ഓക്കെ, അപ്പോൾ ക്ലാസ് 10th സയൻസിലെ ഫസ്റ്റ് ലെസനായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ലെസനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലെസൺ കെമിസ്ട്രിയിൽ അത്യാവശ്യം ഏറ്റവും സിമ്പിളായിട്ടുള്ളതും അതേപോലെ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ലെസനാണ്. സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതാണ്: കെമിക്കൽ റിയാക്ഷൻ, physical and chemical changes, evolution of a gas, change in temperature, formation of precipitate, change in color, change of state. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി 1.1, ആക്ടിവിറ്റി 1.2 ആൻഡ് ആക്ടിവിറ്റി 1.3 ഈ 10 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, the iron particles undergo physical change and develops a layer of rust on its surface. It reacts the oxygen present in the air and moisture develops rust. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അയേൺ ആർട്ടിക്കിൾസ് അല്ലേ? ഈ അയേൺ ആർട്ടിക്കിൾസ് അതിൻ്റെ പുറത്ത് ഒരു റസ്റ്റ്, തുരുമ്പ് പിടിക്കുക അല്ലേ? ഈ തുരുമ്പ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, അതേപോലെ തന്നെ മോയ്സ്ചർ, വാട്ടറിൻ്റെ മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് പ്രസൻ്റ് ആണ്. സോ ഈ വാട്ടർ മോളിക്യൂൾസ് എല്ലാം കാരണം എന്തുണ്ടാവും? മോയ്സ്ചറും എയറും കാരണം റസ്റ്റ്, ദാറ്റ് ഇസ് ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡ്. അത് Fe3O2 ഇൻറ്റു എക്സ്, എത്ര വേണമെങ്കിലും എമൗണ്ട് H2O ആകാം. ഓക്കെ, അതാണ് നമ്മുടെ റസ്റ്റ് എന്ന് പറയുന്ന തുരുമ്പ്. കെമിക്കലി സംഭവം ഇതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ടു അനദർ കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് നോൺ എസ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ സബ്സ്റ്റൻറ്റിനെ മറ്റൊരു കെമിക്കൽ സബ്സ്റ്റൻ്റ് ആക്കി മാറ്റുന്നതാണ് എന്തൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? റസ്റ്റിംഗ് ഓഫ് അയൺ, സെറ്റിംഗ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്, പാല് തൈരാകുന്നത്, ഡൈജഷൻ ഓഫ് ഫുഡ്, റെസ്പിറേഷൻ, ഇതിലെല്ലാത്തിലും നടക്കുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇൻ എ chemical reaction, new substance is formed which is completely different from in properties from the original substance. So in a chemical reaction the chemical change takes place. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ന്യൂ സബ്സ്റ്റൻസ്, പുതിയതായിട്ടൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അതിനെങ്ങനത്തെ പ്രോപ്പർട്ടി ആയിരിക്കും? മുന്നേ ഉണ്ടായ വസ്തുവിൻ്റെ പ്രോപ്പർട്ടി അല്ലായിരിക്കും, അതിനേലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഒറിജിനൽ സബ്സ്റ്റൻസിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക, നമുക്ക് കിട്ടുന്ന ന്യൂ സബ്സ്റ്റൻസിന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഒരു കെമിക്കൽ ചേഞ്ചും നടക്കണം. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓൺലി എ റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ടേക്സ് പ്ലേസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ എന്താ നടക്കുന്നത്? റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യും. അതാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബേണിംഗ് ഓഫ് മാഗ്നീഷ്യം in the air to form magnesium oxide is an example of chemical reaction. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബേണിംഗ് ഓഫ് മാഗ്നീഷ്യം ഇൻ ദ എയർ ടു ഫോം മാഗ്നീഷ്യം ഓക്സൈഡ്. അതിൻ്റെ റിയാക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2Mg + O2 gives 2MgO. മാഗ്നീഷ്യം ഇവിടെ ബേൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? മാഗ്നീഷ്യം റിബൺ ഈസ് ക്ലീൻഡ് ബിഫോർ റബ്ബിങ് ഇറ്റ് വിത്ത് സാൻഡ് പേപ്പർ. ഈ മാഗ്നീഷ്യം റിബൺ കത്തിക്കുന്നതിന് മുന്നേ ഈ സാൻഡ് പേപ്പർ, ഇതാണ് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യും. എന്തിനാണ്? ഇറ്റ് ഈസ് ഡൺ ടു റിമൂവ് ദ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ബേസിക് മാഗ്നീഷ്യം കാർബണേറ്റ് ഫ്രം ദ സർഫസ് ഓഫ് മാഗ്നീഷ്യം റിബൺ. അപ്പം ആക്ച്വലി അതിൻ്റെ പുറത്ത്, ഒറിജിനൽ മാഗ്നീഷ്യത്തിൻ്റെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊട്ടക്റ്റീവ് ലെയർ റിമൂവ് ചെയ്താലാണ് നമുക്ക് ആക്ച്വൽ മാഗ്നീഷ്യം കിട്ടുള്ളൂ. അപ്പം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
എന്ത് വെച്ച് റബ്ബ് ചെയ്യുന്നത്? സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തിനാണ് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നത്? ഓക്കെ സോ നമുക്ക് ഈ റിയാക്ഷൻ എന്തായാലും പഠിക്കണം. ബേസിക് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. 2Mg plus O2 gives 2MgO, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇനി നമ്മൾ ഈ റിയാക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് 2Mg plus O2 ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഒരു ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ഈ ആരോക്ക് മുന്നേ ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? റിയാക്റ്റൻസ്. The substance which take part in the chemical reaction are called reactant. ഈ റിയാക്ഷനിൽ ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരെയാണ് എന്ത് വിളിക്കുന്നത്? റിയാക്റ്റൻസ്. ഇവിടെ ഈ എക്സാമ്പിളിൽ ഏതാണ്? Mgയും O2വുമാണ് റിയാക്റ്റൻസ് വരുന്നത്. ഓക്കെ, അതല്ല ഈ ആരോ കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? 2MgO. ഈ 2MgO നമുക്ക് കിട്ടുന്ന പുതിയ പ്രൊഡക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ്. ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ആഫ്റ്റർ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് എ പ്രൊഡക്റ്റ്. അതാണ് MgO. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി 9th ഒരു ചെറിയ ഡെഫിനേഷൻ പഠിച്ചതാണ് ഫിസിക്കൽ ചേഞ്ച് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് വിച്ച് അണ്ടർഗോസ് ഇറ്റ്സ് കോമ്പോസിഷൻ റിമൈൻസ് ദ സെയിം ഡെസ്പൈറ്റ് ഇറ്റ്സ് മോളിക്യൂൾസ് ബീങ് റീഅറേഞ്ച്. കോമ്പോസിഷൻ സെയിം തന്നെയായിരിക്കും, മോളിക്യൂൾസ് എന്തായിരിക്കും? ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച്. ഞാൻ ഈ റെഡ് മാർക്ക് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് എഫക്റ്റ് ഓൺലി ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്തുള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാനും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഷേപ്പ് മാറുന്നത് നമുക്ക് മനസ്സിലാവും, സൈസ് മാറുന്നത് നമുക്ക് മനസ്സിലാവും, കളർ മാറുന്നത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇനി ഫിസിക്കൽ ചേഞ്ച് ഇൻവോൾവ് വെരി ലിറ്റിൽ നോ അബ്സോർപ്ഷൻ ഓഫ് എനർജി. എനർജി ഒന്നും അബ്സോർബ് ചെയ്യത്തില്ല. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീസിങ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് ഓഫ് വാക്സ്, ബോയിലിംഗ് ഓഫ് വാട്ടർ ഒക്കെ എക്സാമ്പിൾ ആണ് എന്തിൻ്റെ? ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് പ്രൊഡക്ഷൻ ഓഫ് എനർജി. എനർജി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പുതിയതായിട്ട് ഒരു സബ്സ്റ്റൻസും ഫോം ചെയ്യത്തില്ല. ആ ഉള്ള ഒറിജിനൽ സബ്സ്റ്റൻസിൻ്റെ ഒന്നല്ലെങ്കിൽ ഷേപ്പോ അല്ലെങ്കിൽ സൈസോ അല്ലെങ്കിൽ കളറോ മാത്രം എന്താ ഇതുണ്ടാവും മാറത്തുള്ളൂ. അല്ലാണ്ട് പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യത്തില്ല. നോ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഈസിലി റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ്. ഓക്കെ, അപ്പം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്താൽ മതി. ഡെഫിനേഷൻ ഇത്രയും ബ്രീഫ് ചെയ്ത് എഴുതണമെന്നില്ല, ചെറുതാക്കി എഴുതിയാൽ മതി. ഓക്കെ, കെമിക്കൽ ചേഞ്ച് നോക്കാം. കെമിക്കൽ ചേഞ്ച് എന്താണ്? ദ മോളിക്യുലർ കോമ്പോസിഷൻ ഈസ് ചേഞ്ച്ഡ് എൻറ്റയർ ആയിട്ട് ആ മോളിക്യൂളിൻ്റെ കോമ്പോസിഷൻ എൻറ്റയർലി കെമിക്കലി ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒന്നുമല്ല, ടെമ്പററി അല്ല ചേഞ്ച്, പെർമനൻ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് എന്തായാലും ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചിൽ നടക്കും. ഓക്കെ, ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ അബ്സോർപ്ഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ്. എനർജിയെ അബ്സോർബ് ചെയ്യും, അതേപോലെ തന്നെ എനർജി ഇവോൾവും ചെയ്യും. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിക്കേ. ഡൈജഷൻ ഓഫ് ഫുഡ്, ബേണിംഗ് ഓഫ് കോൾഡ്, റസ്റ്റിംഗ് ഒക്കെ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, കുറച്ച് എക്സാമ്പിൾ വന്നിട്ട് ഇതിൽ ഏതാണ് ഫിസിക്കൽ ചേഞ്ച്, ഏതാണ് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? 1 or more ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്. അതേപോലെ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് കെമിക്കൽ ചേഞ്ചിലെ പോയിന്റ്സ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെ കുറേ തരും. അതിലേതൊക്കെയാണ്
ഫിസിക്കൽ ചേഞ്ച് ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്നൊക്കെ നോക്കാൻ. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ചേഞ്ച്: ക്രഷിംഗ് ഓഫ് ക്യാൻ, മെൽറ്റിംഗ് ഓഫ് ആൻ ഐസ് ക്യൂബ്, ബോയിലിംഗ് ഓഫ് വാട്ടർ, മിക്സിംഗ് സാൻഡ് ആൻഡ് വാട്ടർ. അതിലെന്താണ്, സാൻഡും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കുറച്ച് കഴിയുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് സാൻഡ് തന്നെ കിട്ടും. പുതിയതായിട്ടൊരു സബ്സ്റ്റൻസും അതിൽ ഫോം ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ്, ഡിസോൾവിങ് ഷുഗർ ആൻഡ് വാട്ടർ, ഷ്രെഡിങ് പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ ചുരുട്ടുക, ചോപ്പിംഗ് വുഡ്, ഇതൊക്കെ ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബേണിംഗ് ഓഫ് പേപ്പർ, പേപ്പർ കത്തിച്ച് നമുക്ക് എന്ത് കിട്ടും? ആഷ് അല്ലെ. ലോഗ് ഓഫ് ഫുഡ്, digestion of food, boiling of an egg, chemical battery usage. Okay, electroplating a metal, baking a cake, milk getting sour, milk sour ആയ എന്ത് സംഭവിക്കും? കേർഡ് ആയിട്ട് മാറും. വേരിയസ് മെറ്റബോളിക് റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല പല റിയാക്ഷൻസ്. ഓക്കെ, ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് പല പല ഒബ്സർവേഷൻസിലൂടെ മനസ്സിലാവും. അത് ഏതൊക്കെയാണ് ആ ഒബ്സർവേഷൻസ് നോക്കിയേ. ഫസ്റ്റ് വൺ ഇസ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. എവല്യൂഷൻ ഓഫ് ഗ്യാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഫോർമേഷൻ ഓഫ് precipitate, ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. The chemical reaction between zinc and dilute sulfuric acid is characterized by evolution of. അപ്പോൾ സിങ്കും H2SO4ഉം, H2SO4 ആണ് എന്ത്? സൾഫ്യൂരിക് ആസിഡ്. അതിന് നമുക്ക് പ്രൊഡക്റ്റ് എന്താണ് കിട്ടുന്നത്? സിങ്ക് SO4, സിങ്ക് സൾഫേറ്റ് പ്ലസ് H2, ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഇതിൽ ഇവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ, പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഡ്യൂറിങ് എയറോബിക് സെല്ലുലാർ റെസ്പിറേഷൻ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന റെസ്പിറേഷൻ, ഹ്യൂമൻ ബോഡി energy molecules combine with inhaled oxygen and releases energy needed by the cell. It also releases carbon dioxide gas and water. Carbon dioxide gasum waterum എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിയാക്ഷൻ നോക്കിക്കേ, ഗ്ലൂക്കോസ് C6H12O6 പ്ലസ് ഓക്സിജൻ, ഇതാണ് നമ്മുടെ ബോഡിയിലുള്ളിൽ നടക്കുന്ന റെസ്പിറേഷന്റെ റിയാക്ഷൻ. എന്ത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്തത് കണ്ടോ? അപ്പോൾ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മൾ എക്സെയിൽ ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഇൻഹെയിൽ ചെയ്ത ഓക്സിജൻ ആണ് നമ്മൾ ആക്ച്വലി ഈ റിയാക്ഷനിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പ്ലസ് വാട്ടർ ആൻഡ് എനർജി ഇൻ ദ ഫോം ഓഫ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷനിലും ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, ഈ റിയാക്ഷനിലും ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു ഗ്യാസ് ഫോം ഇവോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്തായാലും നടക്കുന്നതായിരിക്കും. അടുത്തത് ചേഞ്ച് ഇൻ കളർ. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിട്രിക് ആസിഡ് ആൻഡ് പർപ്പിൾ കളേർഡ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ചേഞ്ച് ഇൻ കളർ ഫ്രം പർപ്പിൾ ടു കളർലെസ്. അപ്പൊ നമുക്ക് കാണാം ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷൻ. അതിന്റെ കളറാണ് പർപ്പിൾ കളർ. കണ്ടോ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു പർപ്പിൾ കളറാണ് ആക്ച്വലി പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ സിട്രിക് ആസിഡ് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പർപ്പിൾ കളർ മാറിയിട്ട് എന്ത് ഫോം ചെയ്യും? കളർലെസ് ആയിട്ട് മാറും. ഈ എൻറ്റയർ കളർ എന്തായിട്ട് മാറും? കളർലെസ് ആയിട്ട് മാറും. അടുത്തൊരു എക്സാമ്പിൾ എടുത്തേക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സൾഫർ ഡയോക്സൈഡ് ആൻഡ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഈ ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസും പൊട്ടാസ്യം ഡൈക്രോമേറ്റും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓറഞ്ച് കളർ സബ്സ്റ്റൻസ് ചേഞ്ചസ് ടു ഗ്രീൻ കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്ക്, സിട്രിക് ആസിഡും
purple colored potassium permanganate സംഭവിക്കുമ്പോൾ purple color changes to colorless. അതേപോലെ തന്നെ സൾഫർ ഡയോക്സൈഡും acidified potassium dichromate കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഓറഞ്ച് കളർ ടു ഗ്രീൻ കളർ ആയിട്ട് മാറും. സോ ഒരു ചേഞ്ച് ഇൻ കളർ സംഭവിക്കും. സോ ദർ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബിറ്റ്വീൻ the two reactants. Okay. Next one, അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് റസ്റ്റിംഗ് ഓഫ് ആർട്ടിക്കിൾസ്, അയൺ ആർട്ടിക്കിൾസ്. അയൺ ആർട്ടിക്കിൾസിൽ തുരുമ്പ് പിടിക്കുമ്പോൾ അവരുടെ സിൽവർ കളർ മാറിയിട്ട് അവരെന്ത് ഈ ബ്രൗണിഷ് കളർ, തുരുമ്പിന്റെ കളർ ഫോം ചെയ്യും, ഒരു ബ്രൗണിഷ് കളറായിട്ട് ഫോം ചെയ്യും. അതേപോലെ തന്നെ സിൽവർ ആർട്ടിക്കിൾസ് ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൾഫർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവരെന്ത് സംഭവിക്കും, ടാർണിഷ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ക്ലാവ് പിടിക്കുന്നു. ഇതേപോലത്തെ ഒരു സിൽവർ സ്പൂൺ എന്ത് കളറായിട്ട് മാറും, ഇതേപോലെ ക്ലാവ് പിടിച്ച് ഒരു ഓക്സൈഡ് കോട്ടിങ് അതിന്റെ പുറത്ത് പിടിക്കും. അപ്പൊ അതും എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ആ കളറ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കളർ ചേഞ്ചിങ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഇനി ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡിൽ ലിക്വിഡ്, ലിക്വിഡിൽ നിന്ന് ഗ്യാസ്, അങ്ങനെ ഓരോ ഫോമിലോട്ടും. എക്സാമ്പിൾ എന്താണ്, ലിക്വിഡ്സ് എടുക്കുകയാണെങ്കിൽ എന്താണ്, വേപ്പറാവും, വേപ്പറിൽ നിന്ന് വാട്ടർ ആവും, ഐസ് ആകും അല്ലെ, ഓരോ ചേഞ്ചസും സംഭവിക്കും. അപ്പൊ അതെന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതേപോലെ വാക്സ്. വാക്സ് ചേഞ്ചസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസ് ബിക്കോസ് വാക്സ് ഇസ് എ സോളിഡ്. Water formed from the combustion of gas is at the liquid room temperature where carbon dioxide is produced by the combustion of gas. വാക്സ് ഈ വാക്സ് കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും, ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് സംഭവിക്കും. അതോടുകൂടി അവിടെ ഒരു എവല്യൂഷൻ ഓഫ് ഗ്യാസും കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഓൾറെഡി അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പൊ എന്ത്, ദർ ആർ സം റിയാക്ഷൻസ് വിച്ച് ക്യാൻ ഷോ മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക്. ഈ റിയാക്ഷനിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റും നടന്നു, എവല്യൂഷൻ ഓഫ് ഗ്യാസും നടന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു റിയാക്ഷനിൽ തന്നെ 2 or 3 ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിലുള്ള ചേഞ്ച്. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ക്യുക്ക് ലൈം. ക്യുക്ക് ലൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലെസണിൽ പഠിക്കേണ്ടതാണ്. ക്യുക്ക് ലൈം കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മുടെ ക്യുക്ക് ലൈം. ടു ഫോം സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമും ഇതും രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചറിൽ ഒരു ഇൻക്രീസ്. ആ എടുത്തിരിക്കുന്ന ബീക്കർ എന്താവും, ചൂടാവും, ബിക്കംസ് ഹോട്ട്. അതാണ് റൈസ് ഇൻ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ. അതേപോലെ തന്നെ സിങ്കും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഓൾറെഡി ചെറുതായിട്ട് ചൂടായിരിക്കും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലാണ് ചൂടായിട്ടിരിക്കുള്ളൂ. സിങ്കും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി 2 സ്ലൈഡ് മുന്നേ നമ്മൾ നോക്കിയതാണ്. ആ റിയാക്ഷനിലും എന്തുണ്ടാവും, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇച്ചിരി കൂടും. എടുത്തിരിക്കുന്ന ബീക്കർ ഏതാണോ അതൊന്ന് ചെറുതായിട്ട് ചൂടാകും. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതേപോലെ ഒരു സബ്സ്റ്റൻസ്, ഒരു വൈറ്റ് കളർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കളർ ഡിഫറെന്റ് കളേർഡ് ആവാം, ഇതേപോലെ ഒരു കളേർഡ് സബ്സ്റ്റൻസ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ബേരിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും ആണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തിട്ടിരിക്കും, ബേരിയം സൾഫൈഡ് പ്ലസ് HCl. ഈ ബേരിയം സൾഫൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. അതാണ് നമ്മുടെ PPT എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. ഓക്കെ, BaSO4 is a
precipitate. അതാണ് അവിടെ PPT എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വൈറ്റ് കളറ് സബ്സ്റ്റൻസ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്യും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫൈഡ്. ബേരിയം സൾഫൈഡ് ആണ് ആ പ്രസിപ്പിറ്റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണമെങ്കിലും അവിടെ എന്ത് സംഭവിക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, കെമിസ്ട്രിയിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത് ഈ ആക്ടിവിറ്റീസ് എന്നാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈഡിൽ ഓരോ ആക്ടിവിറ്റീസിൻ്റെ സൈഡിൽ അതിൻ്റെ ഒബ്സർവേഷനും അതിലെന്താണോ റിയാക്ഷൻ നടക്കുന്നത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷനും എഴുതി വെക്കണം. മെയിൻലി കെമിസ്ട്രിന്ന് ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കില്ല, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഒരു റിയാക്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ക്ലീൻ എ മാഗ്നീഷ്യൻ റിബൺ അബൌട്ട് 2 cm ലോങ് ബൈ റബ്ബിങ് ഇറ്റ് വിത്ത് എ സാൻഡ് പേപ്പർ. എന്തുകൊണ്ടാണ് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? അതിൻ്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കോട്ടിങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നീഷ്യം റബ്ബ് ചെയ്യുന്നത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം ഹോൾഡ് ഇറ്റ് വിത്ത് പെയർ ഓഫ് ടങ്സ്. 2 ടങ്സ് ഈ ഫിഗറിൽ കാണാൻ നമുക്ക് ടങ്സ് എന്താണ്? നമ്മൾ ഡോക്ടർ നഴ്സൊക്കെ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വരുമ്പോൾ ടങ്സ് യൂസ് ചെയ്തിട്ടാണ് പഞ്ഞിയൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യില്ലേ? അതാണ് ടങ്സ്. അത് തന്നെയാണ് സെയിം ലാബിലും അതേപോലത്തെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേൺ ഇറ്റ് വിത്ത് എ സ്പിരിറ്റ് ലാമ്പ് ഓർ ബേണർ ആൻഡ് കളക്ട് ദ ആഷ് സോ ഫോംഡ് ആൻഡ് ദ ഗ്ലാസ് വാച്ച് ഗ്ലാസ്. വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു വെസൽ പോലത്തെ ഒരു സാധനമാണ് വാച്ച് ഗ്ലാസ്. ബേൺ ദ മാഗ്നീഷ്യൻ റിബൺ. നമ്മൾ അതിനുശേഷം ഒരു ബേണർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബേൺ ചെയ്യിക്കുക. അതിനുശേഷം എന്തായിരിക്കും നമ്മൾ കാണുന്നതെന്നാണ് നമ്മളെ ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം ആ ഫോം ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് കളർ പൗഡർ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അതിനിവിടെ മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ആ ചൈന ഡിഷിൽ കിട്ടുന്ന ആ വൈറ്റ് കളർ പൗഡർ. അതിനെ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ആ വാച്ച് ഗ്ലാസ് കിട്ടിയിരിക്കുന്ന വൈറ്റ് കളർ പൗഡർ മാഗ്നീഷ്യം കത്തിക്കുമ്പോൾ അതിനെ മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മാഗ്നീഷ്യം എന്തായിട്ടാണ് റിയാക്ട് ചെയ്തത്? മാഗ്നീഷ്യം എയർ ആയിട്ടാണ് ആക്ച്വലി റിയാക്ട് ചെയ്തത്. 2 mg + O2 gives MgO. ആ കിട്ടിയിരിക്കുന്ന വൈറ്റ് ആഷ് എന്താണ്? ആക്ച്വലി മാഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, മാഗ്നീഷ്യൻ റിബൺ ബേൺ സ്പോണ്ടേനിയസ്ലി. സ്പോണ്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ നല്ല പടക്കം പൊട്ടണ പോലെ ടക്കടക്കാന്ന് കിടന്ന് പൊട്ടും. ആൻഡ് എ വൈറ്റ് ആഷ് ഡെപ്പോസിറ്റഡ് ഓൺ ദ ചൈന ഡിഷ്. ഒരു വൈറ്റ് കളർ ആഷ് സബ്സ്റ്റൻസ് ആയിരിക്കും നമുക്ക് ചൈന ഡിഷിൽ കിട്ടുന്നത്. ഓക്കെ, മാഗ്നീഷ്യം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. മാഗ്നീഷ്യം ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്. ഇറ്റ് റിയാക്ട് സ്പോണ്ടേനിയസ്ലി വിത്ത് ഓക്സിജൻ. ഓക്സിജനായിട്ട് അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടത്തും. അതിനുശേഷം എന്ത് ഫോം ചെയ്യും? ടു ഫോം എ വൈറ്റ് ആഷ് ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ് വിത്ത് ലിബറേഷൻ ഓഫ് എനർജി. കുറച്ച് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. മാഗ്നീഷ്യം ഓക്സൈഡ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ഒബ്സർവേഷനും എക്സ്പ്ലനേഷനും എന്തായാലും പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? മാഗ്നീഷ്യം ക്യാൻ ബേൺ സ്പോണ്ടേനിയസ്ലി ലൈക്ക് എ ക്രാക്കർ. ഒരു പടക്കം പൊട്ടുന്ന പോലെ തന്നെ പൊട്ടും മാഗ്നീഷ്യം. സോ ഇറ്റ് കീപ്പ് ഇറ്റ് അവേ ഫ്രം ദ ബോഡി ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ബോഡിയുടെ അടുത്തുനിന്ന് കുറച്ച് നീക്കി വേണം എക്സ്പെരിമെൻറ്റ് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് അത്യാവശ്യം എളുപ്പമുള്ളൊരു റിയാക്ഷനാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു റിയാക്ഷൻ കൂടിയാണ്. Next one, take lead nitrate solution in a test tube. Add potassium iodine solution to it. What do you observe? അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലെഡ് നൈട്രേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനുശേഷം എന്താ? പൊട്ടാസ്യം അയോഡിനും ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അപ്പോൾ PbNO3 അതാണ് ലെഡ്. PB എന്ന് പറഞ്ഞാൽ ലെഡ്, NO3 എന്ന് പറഞ്ഞാൽ നൈട്രേറ്റ്. +2Ki. K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, I എന്ന് പറഞ്ഞാൽ അയോഡിൻ. ഓക്കെ, ഗീവ്സ് PbI2. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നോക്കിക്കേ, ഈ PB ഇതിൻ്റെ I സെക്കൻഡ് ടേം ആയിട്ടും ഈ ഫസ്റ്റ് കിടക്കുന്ന സംഭവം ഈ സെക്കൻഡ് ടേം ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ?
ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് എഴുതിയിരിക്കുന്ന പ്രൊഡക്റ്റ് ഇതിൻ്റെ സെക്കൻഡ് വൺ ആയിട്ടും സെക്കൻഡ് എഴുതിയിരിക്കുന്ന തിങ് ഇതിൻ്റെ ഫസ്റ്റ് വൺ ആയിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? PBI കേട്ടോ, PBI2. പിന്നെ കെ ഫസ്റ്റ് എഴുതണം, അത് കഴിഞ്ഞ് NO3, KNO3 ട്വൈസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ എന്താണെന്ന് നോക്കിക്കേ. എ യെല്ലോ കളർ precipitate is appear at the bottom. നമുക്ക് ഇപ്പുറത്തെ ഒരു ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു യെല്ലോ കളർ precipitate ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ലെഡ് നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡിൻ ബോത്ത് ആർ കളർലെസ്. രണ്ടും കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഈ രണ്ട് കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു യെല്ലോ precipitate കിട്ടും. ഈ യെല്ലോ precipitate എന്താണ്? ലെഡ് അയോഡൈഡ് ആണ്. ഓക്കെ, പൊട്ടാസ്യം നൈട്രേറ്റ് അല്ല, ആക്ച്വലി എന്താ യെല്ലോ precipitate ലെഡ് അയോഡൈഡ് ആണ്. ഈ ലെഡ് അയോഡൈഡ് മാത്രമാണ് ആ യെല്ലോ കളർ തിങ്. ഓക്കെ, യെല്ലോ precipitate. ഓക്കെ, ലെഡ് അയോഡൈഡ് സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതാണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ആവുന്നത്. ഓക്കെ, precipitate എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ആക്ടിവിറ്റി 1.3. Takes few zinc granules in a conical flask or a test tube. Add dilute hydrochloric acid or sulfuric acid to this. What do you observe? Anything happen around the zinc granules? Touch the conical flask. Is there any change in the temperature? നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ പറഞ്ഞ സെയിം റിയാക്ഷൻ ആണ് സിങ്കും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ. സിങ്ക് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഇങ്ങനെ പൊടിയായിട്ട് പൊടിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് സിങ്ക് ഗ്രാന്യൂൾസ്. സൾഫ്യൂരിക് ആസിഡ് യെല്ലോ കളറാണ്. പിന്നെ പൊക്കത്തൊരു കോർക്ക് വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ട്യൂബ് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൽ ഇവോൾവ് ആവണേന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിലുള്ള റിയാക്ഷൻ? എയർ ബബിൾസ് കം ഔട്ട് ഫ്രം ദ ഗ്രാന്യൂൾസ്. സിങ്ക് ഗ്രാന്യൂൾസിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വരും? എയർ ബബിൾസ് വരും. കോണിക്കൽ ഫ്ലാസ്ക് ബിക്കം വാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടും എന്ന് പറഞ്ഞാൽ ആ ബീക്കർ ചൂടാവും, ആ കോണിക്കൽ ഫ്ലാസ്ക് ഒന്ന് ചൂടാവും. സിങ്ക് ഗ്രാന്യൂൾസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്ക് ഏത് ആസിഡ് എടുക്കാം, ഒന്നല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എടുക്കാം. നമുക്ക് സെയിം റിയാക്ഷൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ കൊടുത്തിരിക്കുന്നത് HCl ആയിട്ടുള്ള റിയാക്ഷനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ടുള്ള റിയാക്ഷനുമാണ്. അത് രണ്ട് ലൈനിൽ എഴുതാൻ മറന്നുപോയതാണ്, ഒറ്റ ലൈനായി പോയതാ. അപ്പോൾ സിങ്ക് പ്ലസ് HCl ഗീവ്സ് സിങ്ക് Cl2. ഇത് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ യഥാർത്ഥ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം യഥാർത്ഥ റിയാക്ഷൻ വായിക്കാം. സിങ്ക് പ്ലസ് H2SO4 ഗീവ്സ്, ഇതിലും സെയിം തന്നെ. ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ആയിട്ട് ഫോം ചെയ്യും. ഫസ്റ്റ് വൺ ഒറ്റക്ക് കിടക്കും, കണ്ട. സിങ്ക് SO4 പ്ലസ് H2, ഒരു ഹൈഡ്രജൻ ഗ്യാസ് എവോൾവ് ആയിട്ടുണ്ട്, ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിയാക്ഷനിൽ തന്നെ രണ്ട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക് പ്ലസ് HCl ഗീവ്സ് സിങ്ക് Cl2 പ്ലസ് H2 പ്ലസ് ഹീറ്റ്. കണ്ട, രണ്ടിലും H2 പ്ലസ് ഹീറ്റ് സെയിം ആണ്. കാരണം രണ്ടിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് സെയിം ആണ്. പക്ഷെ ഇവിടെ കിട്ടുന്ന ആ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ HCl എടുത്തോണ്ട് സിങ്ക് Cl എടുത്തു, ഇവിടെ H2SO4 എടുത്തോണ്ട് SO4 വന്നു. ഓക്കെ, അതാണ് ഡിഫറൻസ് ഉള്ളൂ. ആസിഡ്സ് ആർ കൊറോസീവ് ആൻഡ് ഹാംഫുൾ ഫോർ സ്കിൻ. ഈ H2SO4 ഒക്കെ വളരെ സ്കിന്നിന് ഹാംഫുൾ ആണ്. സോ അതെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ എടുത്തില്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആക്ച്വലി ഇപ്പോൾ പഠിക്കാൻ. ഈ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. കെമിക്കൽ ചേഞ്ച് പഠിച്ചു. എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പഠിച്ചു. ട്രാൻസ്മിഷൻ ഓക്കെ ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ഫ്രം വൺ
one substance to another substance. Physical change, chemical change, tabular column wise പഠിക്കണം. And examples important ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. Evolution of gas, change in temperature, formation of precipitate, change in color, change of state, ഇത് മൂന്നും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ആക്ടിവിറ്റി 1.1, 1.2, 1.3 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഈ ഫസ്റ്റ് വീഡിയോയിലെ കണ്ടന്റ്. ഇത് കുറച്ച് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥ ലെസണിലോട്ട് കടക്കുന്നത്. ഓക്കെ, എന്നാലും ഈ പോർഷൻസിൽ നിന്ന് ഒരു 1 to 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ എന്തെങ്കിലും കമൻറ്റോ ഡൗട്ടോ എന്തെങ്കിലും മെൻഷൻ ചെയ്യാടിയിൽ. സോ താങ്ക് യു.